ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അൺഇൻഫോംഡ് സെർച്ചിന് ഇമ്പോർട്ടൻ്റ് ആയ ടൈപ്പായ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് DFS എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ DFS ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസുകളെയും വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അൽഗോരിതത്തിൽ ഒരു ഗ്രാഫിൽ ഡീപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൽ നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ഇപ്പോൾ റൂട്ട് നോഡ് ഉണ്ടെങ്കിൽ ആ റൂട്ട് നോഡിൻ്റെ എല്ലാ നൈബേഴ്സിനെയും കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിനെ എല്ലാം വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ എല്ലാ നൈബേഴ്സിനെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകത്തുള്ളൂ. പക്ഷേ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യം ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. ആ റൂട്ട് നോഡ് ഒരുപാട് നൈബേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു നൈബറിനെ എടുത്തിട്ട് ആ നൈബറിൻ്റെ നൈബേഴ്സിനെ നോക്കും. എന്നിട്ട് അതിൻ്റെ നൈബേഴ്സിനെ പിന്നെ നോക്കും. അങ്ങനെ ഡീപ്പായിട്ടാണ് ഇവിടെ സെർച്ചിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിന് ഒരുപാട് മെമ്മറി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഈ DFS ഉണ്ടാവുകയില്ല. അപ്പോൾ DFS എന്ന് പറയുന്നത് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ DFSന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പാരന്തസിസ് സ്ട്രക്ചറിൽ നിന്നായിരിക്കും ഓരോ വെർട്ടിസുകളും ഡിസ്കവർ ചെയ്യുകയും അതിൻ്റെ ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഡിസ്കവർ ആൻഡ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പൺ പാരന്തസിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വെർട്ടെക്സസ് ഫിനിഷ് ചെയ്യുമ്പം അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഈസ് പ്രോപ്പർലി നെസ്റ്റഡ് സെറ്റ് ഓഫ് പാരന്തസിസ്. അപ്പോൾ നമുക്കതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റൂട്ട് നോഡിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ റൂട്ട് നോഡിൻ്റെ നൈബറുകളിൽ ഏതെങ്കിലും ഒരു നൈബറിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ നൈബറിൻ്റെ കുറേ നൈബേഴ്സ് ഉണ്ടായിരിക്കില്ല, അതിൻ്റെ ഏതെങ്കിലും ഒരു നൈബർ സെലക്ട് ചെയ്യും. ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഗോൾ നോഡ് കിട്ടുന്നത് വരെ. അപ്പോൾ നമുക്കിനി അതിൻ്റെ അൽഗോരിതം ഇങ്ങനെ നോക്കാം. അപ്പോൾ പറഞ്ഞല്ലോ, ഈ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഈ നോഡുകളെയൊക്കെ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പം സ്റ്റാക്കിലേക്ക് സ്റ്റാർട്ടിംഗ് നോഡ് പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ഇൻസെർട്ട് ചെയ്യും. ഇനി ഈ സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും, ഫെയിലുവർ റിട്ടേൺ ചെയ്യും. ഇപ്പം സ്റ്റാക്കിൻ്റെ ഒരു ടോപ്പിലിരിക്കുന്നത് നമ്മുടെ ഗോൾ നോഡ് ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും സക്സസ് സ്റ്റാറ്റസ് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഇനി ഇങ്ങനെ അല്ലാത്ത കേസിലാണെങ്കിൽ സ്റ്റാക്കിൽ എന്താ ടോപ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിനെ പോപ്പ് ചെയ്യും, എന്നിട്ട് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റാക്ക് ഉണ്ട്, ആ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഒരു പർട്ടിക്കുലർ നോഡുണ്ട്. അപ്പോൾ ആ നോഡിൻ്റെ എല്ലാ നൈബേഴ്സിനും നോക്കും റെഡി സ്റ്റേറ്റിലുള്ള. എന്നിട്ട് ആ നൈബേഴ്സിനെ എന്ത് ചെയ്യുന്നു, സ്റ്റാക്കിലേക്ക് ഏതെങ്കിലും ഒരു ഓർഡറിൽ പുഷ് ചെയ്ത് കയറ്റുന്നു. അപ്പോൾ ഇതേ സ്റ്റെപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു 2 or 3, ഈ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗ്രാഫാണ്. നമുക്ക് അതിൻ്റെ DFSൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് നോഡാണ്, L എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ നോഡാണ്. അപ്പോൾ നമുക്ക് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ചെയ്ത് നമുക്ക് ഈ L നോഡിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ A എന്ന് പറഞ്ഞ റൂട്ട് നോഡാണ്, L എന്ന് പറഞ്ഞ ഗോൾ നോഡാണ്. അപ്പം A എന്ന് പറഞ്ഞ റൂട്ട് നോഡിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പം സ്റ്റാക്ക് ഇപ്പോൾ എംപ്റ്റി അല്ല അല്ലേ, സ്റ്റാക്കിലുള്ള ഒരു നോഡുണ്ട്, അത് A ആണ്, അത് ഗോൾ നോഡും അല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, അപ്പോൾ Aന് നമുക്കിനി പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സ് ചെയ്യാന്ന് പറയുമ്പോൾ Aയുടെ നൈബർ നോഡ് ഏതൊക്കെ, Aയുടെ നൈബർ നോഡ് ഫിഗർ നോക്കാമല്ലോ. Aയുടെ നൈബർ നോഡ് Bയും Cയും. ഓക്കെ, അപ്പം Bനെ Cനെ നമുക്ക് സ്റ്റാക്കിലേക്ക് ഇനി പുഷ് ചെയ്യാം. ഓക്കെ, Bയും Cയും ഇതിപ്പോൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും പുഷ് ചെയ്യാം, CBന്നോ BCന്നോ. ഇപ്പോൾ BC എന്നാണ് ഇവിടെ പുഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, BCന്ന് ഇവിടെ പുഷ് ചെയ്തു, Bയും Cയും പുഷ് ചെയ്തു. അപ്പോൾ ഇപ്പം ഇപ്പം നമ്മുടെ സ്റ്റാക്ക് ഇതാണെങ്കിൽ നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇതാണ് ഇത് ടോപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലൂടെയല്ലേ നമുക്ക് ഇൻസെർട്ടിനും ഒക്കെ അതുപോലെ തന്നെ പുഷും പോപ്പ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നിടത്ത് ഈ നോഡുകൾ ഇൻസെർട്ട് ചെയ്യുന്നത് ഈ ടോപ്പിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ CB അങ്ങനെയാണ്
ഈ എയുടെ നൈബേഴ്സിനെ ഇൻസർട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ബി സി. ഓക്കെ, ബി സിയുടെ ഫോർമാറ്റിൽ. അപ്പം സി ആണ് ഇപ്പം ഈ സ്റ്റാക്കിൽ ടോപ്പ് ആയിട്ടിരിക്കുന്നത് അല്ലേ? ഈ സ്റ്റാക്ക് കണ്ട തുറന്നിരിക്കുന്നത് കണ്ട, ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? സി ആണ്. ഓക്കെ, അപ്പം സി ആണോ നമ്മുടെ ഗോൾ നോഡ്? അല്ലല്ലോ, എൽ അല്ലേ? അപ്പോൾ സിയുടെ നൈബർ, സിനെ പ്രോസസ് ചെയ്യണം, സിനെ പോപ്പ് ചെയ്യണം, സിയുടെ നൈബേഴ്സിനെ കണ്ടുപിടിക്കണം. സിയുടെ നൈബേഴ്സ് ആരൊക്കെയാ? എഫും ജിയുമാണ് സിയുടെ നൈബേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് എഫിനെയും ജിനെയും ഈ സ്റ്റാക്കിലേക്ക് ഇൻസർട്ട് ചെയ്യണം. എഫ് ജി. അപ്പം സിനെ പോപ്പ് ചെയ്തു, എഫിനും ജിനെയും നമ്മുടെ സ്റ്റാക്കിലേക്ക് ഇൻസർട്ട് ചെയ്തു. ഇനി ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? ജി ആണ്. ജി ആണോ നമ്മുടെ ഗോൾ നോഡ്? അല്ല. അപ്പോൾ ജിനെ പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്തിട്ട് ജിയുടെ നൈബറിനെ എടുത്ത് ഇൻസർട്ട് ചെയ്യണം. ജിയുടെ നൈബർ ആരാണ്? ജിയുടെ ഒരേ ഒരു നൈബറുള്ളൂ ജിക്ക്, അതാണ് എം. അപ്പോൾ ജിനെ നമ്മൾ പോപ്പ് ചെയ്തു, എമ്മിനെ നമ്മൾ ഇൻസർട്ട് ചെയ്തു, അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് ഇൻസർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം ആരാ ടോപ്പിൽ നിൽക്കുന്ന? എം ആണ് ടോപ്പിൽ നിൽക്കുന്ന. അപ്പോൾ എമ്മിന് നൈബർ വല്ലതും ഉണ്ടായിരുന്നോ? എമ്മിന് നൈബറൊന്നും ഇല്ല. അപ്പോൾ എമ്മിനെ വെറുതെ പോപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത ആരായിരിക്കുന്ന? എഫ് ആണ്. അപ്പോൾ എഫിന് നൈബർ ഉണ്ടാവും, ഉണ്ട്, കെയും എല്ലും. ഓക്കെ, നോക്കാലോ. അപ്പം എഫ് ആയിരുന്നു. എഫിനെ നമ്മൾ പോപ്പ് ചെയ്ത് എന്നിട്ട് കെയും എല്ലും ഇൻസർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? എല്ലാണ്. എല്ലിന് വല്ല നൈബേഴ്സും ഉണ്ടോ? നൈബേഴ്സ് ഒന്നും ചെക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാണ് നമ്മുടെ ആവശ്യമുള്ള ഗോളിനോട്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത്? ഗ്രാഫിൽ റൂട്ട് എയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് നമ്മൾ സി ഇൻസർട്ട് ചെയ്ത്, ബി ഇൻസർട്ട് ചെയ്ത്, ഇൻ ദ ഓർഡർ ഓഫ് ദി സി ആൻഡ് ബി ഇൻ ദ സ്റ്റാക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് അവസാനം എൽ കിട്ടി. അപ്പോൾ ഇതാണ് ഡി എഫ് എസിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡി എഫ് എസ് ലെസ് മെമ്മറി സ്പേസ് കൺസ്യൂം ചെയ്യുകയുള്ളൂ ഈ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പം ബി എഫ് എസിനേക്കാളും ഗോൾ നോഡിലേക്ക് ലെസ് ടൈം പീരീഡിലെത്തി. ഇത് റൈറ്റ് പാത്തിലാണ്. അതായത് ഇപ്പം ഈ ഡി എഫ് എസ് ഇങ്ങനെ ഡീപ്പറായിട്ട് പോകുമ്പോൾ ചിലപ്പം ഉത്തരമില്ലാത്ത നോഡിലേക്കായിരിക്കും ചിലപ്പോൾ ഡീപ്പറായിട്ട് പോകുന്നത്. ഇതിപ്പം എളുപ്പത്തിൽ ഉത്തരം കിട്ടി, പക്ഷെ എല്ലാ കേസിലും ഇങ്ങനെ ഉത്തരം കിട്ടണമെന്നില്ല. ഇങ്ങനെ ഡീപ്പറായിട്ട് ഓരോ നൈബർ ഇങ്ങനെ കണ്ടുപിടിച്ച് പോകുമ്പോഴേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നു വിത്തൗട്ട് എക്സാമിനിങ് മച്ച് ഓഫ് സെർച്ച്. ബിക്കോസ് ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്താണ്? മെയിൻലി പല സ്റ്റേറ്റുകൾ പിന്നെയും ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഒരു ഗോളിനോട് എല്ലായ്പ്പോഴും കിട്ടണമെന്ന് ഒരു സാധ്യതയില്ല. മാത്രമല്ല ചിലപ്പം എന്താണ് ഈ സ്റ്റേറ്റുകൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലൂപ്പുകളിൽ കിടന്നിങ്ങനെ കറങ്ങാനുള്ള ചാൻസും ഈ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത് ഫസ്റ്റ് സെർച്ചും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് ക്യൂ ഡേറ്റ സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് സ്റ്റാക്ക് ഡേറ്റ സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബി എഫ് എസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ അത് ഉറപ്പായിട്ടും ആ സൊല്യൂഷനെ ഫൈൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബി എഫ് എസ് കംപ്ലീറ്റ് എന്ന് പറയാം. പക്ഷെ ഡി എഫ് എസ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ചിലപ്പോൾ ഗോൾ നോഡിൽ എത്താതെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ ഡി എഫ് എസ്, ലൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ഒരു ബി എഫ് എസ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സ്പേസ് വേണം. എന്ന് പറയുന്നത് സ്പേസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ബിഗ് ഒ ഓഫ് ബി റേസ് ടു ഡി ആണ്. ഇവിടെ ബി എന്ന് പറയുന്നത് മാക്സിമം ബ്രെഡ്ത്ത് ആണ് സെർച്ച് ട്രീയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, ആൻഡ് ഡി എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ആണ് സെർച്ച് ട്രീയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന.
അപ്പോൾ ഒരുപാട് ഗോളുകൾ ഉണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് വണ്ണ് ബി എഫ് എസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡി എഫ് എസിൻ്റെ കേസിലാണെങ്കിൽ അത് സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഒ എഫ് ഡി മാത്രമാണ്. ഇവിടെ സെവറൽ ഗോൾസ് ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു ഓർഡറിൽ ടെർമിനേറ്റ് ആകുന്നു. എക്സിക്യൂട്ട് ചെയ്ത സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടെർമിനേറ്റ് ആകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബി എഫ് എസിൻ്റെയും ഡി എഫ് എസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.